ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന സ്റ്റോറിയുടെ എക്സ്പ്ലനേഷൻ ആണ് കണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ആണ്. അപ്പൊ നമുക്ക് ആദ്യം ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം വരുന്നത്, വൈ കുഡൻ ഗ്രാനി സീ പ്രോപ്പർലി ത്രൂ ഹർ ഗ്ലാസസ്? ഗ്രാനിക്ക് കണ്ണടയിലൂടെ കാണാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? Granny's glasses were very old. She had been using them for over 10 years. എന്താണ് കാരണം? ഗ്രാനിയുടെ കണ്ണട 10 വർഷം പഴക്കമുള്ളതാണ്. Her eyesight had weakened over time and the glasses were scratched and spotted. ഗ്രാനിയുടെ കാഴ്ച ഐസൈറ്റ് സമയം പോകുന്നവരും കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്ലാസും സ്ക്രാച്ചും സ്പോട്ടും കുത്തുകളൊക്കെ വീണ് ആകെ പഴക്കമുള്ളതായിരുന്നു. Because of this, she could barely see through them. അതുകൊണ്ടാണ് ഗ്രാനിക്ക് അതിലൂടെ കാണാൻ പറ്റാത്തത്. This is why Mani and his father thought she needed new glasses. അതുകൊണ്ടാണ് മണിയും അച്ഛനും വിചാരിച്ചത് ഗ്രാനിക്ക് പുതിയൊരു ഗ്ലാസ് വാങ്ങണമെന്ന്. അടുത്ത ചോദ്യം വരുന്നത്, why didn't Granny want to be parted from Mani? ഗ്രാനിക്ക് മണിയെ പിരിഞ്ഞിരിക്കാനായിട്ട് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ കഥയില്. അതിന്റെ കാരണം എന്താണ്? Granny had brought up Mani since his mother died when he was just a year old. അപ്പൊ മണിയുടെ അമ്മ അവന് ഒരു വയസ്സുള്ളപ്പോൾ മരിച്ചു. അതിനുശേഷം മണിയെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് ഗ്രാൻഡ് മദർ ആണ്. She loved him deeply and didn't want to be away from him. അപ്പൊ അവൻ അത്രയും സ്നേഹിച്ചിരുന്നു ഗ്രാൻഡ് മദർ. അതുപോലെ അവനിൽ നിന്ന് അകന്നു നിൽക്കാനും ഗ്രാനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. Even though Mani was 11 and independent, Granny still felt responsible and protective. കഥയിൽ പറയുന്നുണ്ട് മണിക്ക് 11 വയസ്സാണ്, അവൻ ഇൻഡിപെൻഡന്റ് ആണെന്ന്. പക്ഷെ അപ്പോഴും ഗ്രാനിക്ക് ഒരു റെസ്പോൺസിബിലിറ്റിയാണ് മണിയെ നോക്കണം അല്ലെങ്കിൽ അവനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത്. ഷീ കുഡന്റ് ബെയർ ദ തോട്ട് ഓഫ് ലീവിംഗ് ഹിം അലോൺ. അതുകൊണ്ട് തന്നെ അവനെ ഒറ്റയ്ക്കാക്കുക എന്നുള്ള ഒരു കാര്യം ചിന്തിക്കാൻ പോലും ഗ്രാൻഡ് മദറിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അടുത്ത ചോദ്യം വരുന്നത്, ഡു യു തിങ്ക് ഗ്രാനി വാസ് കോൺഫിഡന്റ് അബൌട്ട് വാക്കിംഗ് ടു നെയ്ൻ? ഗിവ് റീസൺസ്. അപ്പൊ ഗ്രാനി റെഡി ആവുന്നുണ്ട് അല്ലെ നെയിനിലേക്ക് നടന്നു പോകാനായിട്ട്. അപ്പോൾ ഗ്രാനി അത് പോകാനായിട്ട് കോൺഫിഡന്റ് ആണോ? അതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഗ്രാനി വാസ് കോൺഫിഡന്റ് അബൌട്ട് വാക്കിംഗ് ടു നെയിൻ. When Mani doubted her ability because of her age, she proudly said there was nothing wrong with her legs. ഇപ്പോൾ ഗ്രാനി വളരെ കോൺഫിഡന്റ് ആണ്. കാരണം മണി ഡൗട്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട്, 70 വയസ്സായി ഗ്രാനിക്ക് നടക്കാനായിട്ട് പറ്റുമെന്ന്. അപ്പൊ ഗ്രാനി റിപ്ലൈ കൊടുക്കുന്നത് എന്താണ്? എനിക്ക് ബ്ലൈൻഡ് ആണ് ഞാൻ, പക്ഷെ എന്റെ കാലിന് പ്രശ്നമൊന്നുമില്ല എന്നാണ്. ഷീ ഈവൻ ക്ലെയിംഡ് ദറ്റ് അപ്ഹിൽ വാക്കിംഗ് വാസ് ഈസി, ഷോയിങ് ഹർ സ്പിരിറ്റഡ് നേച്ചർ. അതുപോലെ തന്നെ ഗ്രാനി പറയുന്നുണ്ട് മുകളിലേക്കുള്ള കയറ്റാണ് കുറച്ചുകൂടി ഈസിയർ എന്ന്. ഗ്രാനിയുടെ ആ ഒരു എനർജിയെ തന്നെയാണ് കാണിക്കുന്നത്. Her confidence grew even more when she knew Mani would be accompanying her. അപ്പൊ മണിയാണ് ഗ്രാൻഡ് മദറിന്റെ കൂടെ വരിക എന്ന് പറഞ്ഞപ്പോൾ ഗ്രാൻഡ് മദറിന് കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, why does Mani's father call Granny's journey to Mussoorie a shopping trip? ഇപ്പൊ മണിയുടെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ കണ്ണ് ടെസ്റ്റ് ചെയ്യാനാണോ അതോ ഒരു ഷോപ്പിങ്ങിനാണോ പോകുന്നതെന്ന്. അതിന്റെ കാരണം എന്താണ്? Mani's father called it a shopping trip because Granny started listing many things she wanted to buy: seeds, cowbell, a pullover, and shoes. Instead of focusing only on getting her eyes tested, Granny treated the trip as an opportunity to shop. അപ്പൊ ഗ്രാനി പറയുന്നുണ്ട് മസൂറിയിലേക്ക് പോകുമ്പോൾ കുറെ സാധനങ്ങൾ വാങ്ങണം. എന്തൊക്കെയാണ്? കൗബെൽ, പശുവിനൊരു ബെല്ല് വാങ്ങണം, സീഡ്സ് വാങ്ങണം, ബൾബ് വാങ്ങണം, മണിക്ക് ഷൂസ് വാങ്ങണം, മണിയുടെ ഫാദറിന് ഒരു സ്വെറ്ററൊക്കെ വാങ്ങണം എന്ന്. അപ്പൊ കണ്ണ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതിലുപരി ഇതൊരു ഷോപ്പിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഗ്രാനി കൺസിഡർ ചെയ്യുന്നത്. This made it sound like a leisure trip rather than a medical one. It worried Mani's father, especially since he had limited money. അതുകൊണ്ടാണ് ഇതൊരു ലെഷർ ട്രിപ്പ് പോലെ തോന്നുന്നത്, ഒരു മെഡിക്കൽ ട്രിപ്പ് അല്ലാണ്ട്. അതുപോലെ തന്നെ മണിയുടെ ഫാദറിന്റെ കയ്യിൽ 100 റുപ്പീസേ ഉള്ളൂ. അതുകൊണ്ട് കൂടിയാണ് മണിയുടെ ഫാദർ ഇങ്ങനെ ചോദിക്കുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, why couldn't Mani keep up with Granny on the walk? അപ്പൊ നടക്കുമ്പോൾ മണിക്ക് ഗ്രാൻഡ് മദറിന്റെ ഒപ്പം എത്താൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? Mani got distracted picking wild blackberries along the way while Granny kept walking and steadily without stopping. ഇപ്പൊ നടക്കുന്ന വഴിയിൽ വൈൽഡ് ബ്ലാക്ക്ബെറീസ് മണി കാണുന്നുണ്ട്. അപ്പൊ അത് എടുക്കാനായിട്ട് നിന്നപ്പോഴാണ് ഗ്രാനി മുന്നിലേക്ക് നടന്നു പോയതും മണി പിന്നിലായതും. ഷി വാസൻ ഫോണ്ട് ഓഫ് ബെറീസ് ആൻഡ് ഡിഡ്ന്റ് സ്ലോ ഡൗൺ ഫോർ ഹിം. ഗ്രാൻഡ് മദറിന് ബ്ലാക്ക്ബെറീസ് ഒന്നും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവന് വേണ്ടിയിട്ട് ഗ്രാൻഡ് മദർ അവിടെ നിന്നില്ല. Mani had to run to catch up and his lips turned purple from the berries. This shows Granny's determination and pace despite her age. അപ്പൊ മണിക്കാണെങ്കിൽ ഗ്രാൻഡ് മദറിന്റെ ഒപ്പം എത്താനായിട്ട് ഓടേണ്ടി വന്നു. അപ്പൊ ഇത് കാണിക്കുന്നത് വയസ്സിനപ്പുറത്തേക്കും ഗ്രാൻഡ് മദറിന്റെ ഒരു ഡിറ്റർമിനേഷനും സ്പീഡൊക്കെയാണ്. അടുത്ത ചോദ്യം വരുന്നത്, landslides are becoming more frequent now, aren't they? Make a list of recent natural calamities. Discuss the possible causes of these. അപ്പോൾ ഇവിടെ പറയുന്നത്
ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കുറെ നാച്ചുറൽ കലാമിറ്റീസ് കൂടുതലായിട്ട് വരികയാണ്, ഉരുൾപൊട്ടലും പ്രളയമൊക്കെ. അപ്പൊ അതിന്റെ കാരണം എന്തായിരിക്കും എന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. സം റീസെന്റ് നാച്ചുറൽ കലാമിറ്റീസ് ഇൻക്ലൂഡ് flood, earthquake, cyclone and landslides. These disasters often happen due to deforestation, climate change and heavy rains. ഇപ്പൊ നമ്മൾ കാണുന്ന നാച്ചുറൽ കലാമിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫ്ലഡ്, പ്രളയം വരുന്നുണ്ട്, ഭൂകമ്പം അല്ലെങ്കിൽ ഉരുൾപൊട്ടലൊക്കെയാണ്. ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നതിൽ ഒരു പരിധിവരെ ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം, കാലാവസ്ഥാ വ്യതിയാനം, ഹെവി റെയിൻ ഒക്കെയാണ്. Landslides especially occur in hilly areas after continuous rainfall. ലാൻഡ്സ്ലൈഡ്സ് ആണെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് വരുന്നത്, അതും ഹെവി റെയിൻഫോൾസ് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴാണ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക്ക് കട്ടിംഗ് ഡൗൺ ട്രീസ് മേക്ക് ദ ലാൻഡ് വീക്ക് ആൻഡ് അൺസ്റ്റേബിൾ. ഇപ്പൊ ഡീഫോറസ്റ്റേഷൻ കാരണം തന്നെ എന്താണ്, മണ്ണും അല്ലെങ്കിൽ ആ ഒരു ലാൻഡും വളരെ വീക്കായിട്ടും അൺസ്റ്റേബിളും ആയിട്ടാണ് നിൽക്കുന്നത്. ഇതും ലാൻഡ് സ്ലൈഡ് വരാനായിട്ടുള്ള ഒരു കാരണമാണ്. അടുത്ത ചോദ്യം വരുന്നത്, sometimes journeys are delayed on account of breakdowns or natural calamities. Narrate your experience of any of these. അപ്പം നാച്ചുറൽ കലാമിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ കാരണം നമ്മുടെ യാത്രകളൊക്കെ ഡിലേ ആവാറുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു എക്സ്പീരിയൻസ് വായിക്കാം. I was on a train that got stuck due to landslide. Heavy rain had caused the landslide, blocking our path. അപ്പൊ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ലാൻഡ് സ്ലൈഡ് കാരണം സ്റ്റക്ക് ആയിട്ടുണ്ട്. മഴ കാരണമാണ് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരിക്കുന്നത്. വി വെയിറ്റഡ് ഫോർ 6 hours ബിഫോർ ദ ട്രാക്സ് വർ ക്ലിയർഡ്. ഞങ്ങൾ 6 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ട്രാക്ക് ക്ലിയർ ആയത്. ദറ്റ് വെയിറ്റ് വാസ് ഫ്രസ്ട്രേറ്റിംഗ് ബട്ട് വി വർ റിലീവ്ഡ് വെൻ ഹെൽപ്പ് അറൈവ്ഡ്. അപ്പൊ ആ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു, ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് വന്നപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി റിലീവ്ഡ് ആയി. ഫൈനലി ദ ജേർണി കണ്ടിന്യൂഡ്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ജേർണീസ് ബ്ലോക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും നറേറ്റ് ചെയ്യാം. അടുത്ത ചോദ്യം വരുന്നത്, ദ ഡോക്ടർ സീസ് ഹി വിൽ സെൻഡ് ഗ്രാനീസ് ഗ്ലാസസ് ടു എ മ്യൂസിയം. വാട്ട് ഡസ് ഹി മീൻ? ഇപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ഗ്രാനിയുടെ കണ്ണട ഞാൻ മ്യൂസിയത്തിലേക്ക് അയക്കുമെന്ന്. എന്താണ് അങ്ങനെ പറയാനായിട്ട് കാരണം? The doctor means that Granny's glasses are very old and outdated. ഡോക്ടർ അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഗ്രാനിയുടെ കണ്ണട വളരെ പഴയതാണ്. They were no longer helpful and might have even harmed her eyesight. ആ കണ്ണട ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, മറിച്ച് അത് കണ്ണിന് കുറച്ചുകൂടി ഹാംഫുൾ ആണ്. He joked about sending them to a museum because they looked like antiques. അപ്പം ആന്റിക് പീസ് പോലെ അത്രയും പഴക്കമുള്ളതാണ്. അതുകൊണ്ടാണ് തമാശ രീതിയിൽ ഡോക്ടർ പറയുന്നത് ഞാനിത് മ്യൂസിയത്തിലേക്ക് അയക്കുമെന്ന്. ദിസ് ഷോസ് ഹൗ ലോങ് ഷി ഹാഡ് ബീൻ യൂസിങ് ദം വിതൗട്ട് ചേഞ്ച്. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താണ്? എത്ര കാലമായിട്ട് ഗ്രാനി മാറ്റാതെ ഈ കണ്ണട യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം വരുന്നത്, വാട്ട് വാസ് ഗ്രാനീസ് റിയാക്ഷൻ വെൻ ഷീ സോ മണി ക്ലിയർലി? അപ്പം പുതിയ കണ്ണടയൊക്കെ വെച്ചിട്ട് മണിയെ ക്ലിയർ ആയിട്ട് കണ്ടപ്പോൾ ഗ്രാനിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഗ്രാനീസ് റിയാക്ഷൻ വാസ് വൺ ഓഫ് എക്സൈറ്റ്മെന്റ് ആൻഡ് ജോയ് when she saw Money clearly with her new glasses. She realized that Money had grown up more than she had thought, and this filled her with a mix of happiness and a hint of surprise. ഇപ്പൊ മണിയെ കണ്ടപ്പോൾ വളരെ എക്സൈറ്റ്മെന്റും ജോയും ആയിരുന്നു. ഗ്രാൻഡ് മദർ ക്ലാപ്പ് ചെയ്യുന്നുണ്ടല്ലേ, വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു. ഗ്രാൻഡ് മദർ തിരിച്ചറിയാണ് എത്ര നന്നായിട്ടാണ് മണി വളർന്നിരിക്കുന്നതെന്ന്. ഗ്രാൻഡ് മദർ വിചാരിച്ചതിലും മണി വളർന്നിട്ടുണ്ട്. അത് ഒരു ഹാപ്പിനെസ്സും അതുപോലെ തന്നെ സർപ്രൈസും ആണ് ഗ്രാൻഡ് മദറിന് കൊടുത്തത്. ഇനി വരുന്നത് ലെറ്റ്സ് റീവൈൻഡ് എന്നുള്ള ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. അതിൽ ആദ്യത്തെ ചോദ്യം വരുന്നത്, വൈ ഡസ് ഗ്രാനി ഫൈനലി എഗ്രി ടു ട്രാവൽ ടു മസൂറി? അപ്പൊ ഗ്രാനി അവസാനം മസൂറിയിലേക്ക് പോവാം എന്ന് എഗ്രി ചെയ്യാനുള്ള കാരണം എന്താണ്? Granny finally agrees to travel to Missouri because she wants to see the beautiful place one last time and spend time with Money. അപ്പൊ മണി വരുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് ഗ്രാൻഡ് മദർ പോകാനായിട്ട് തയ്യാറാവുന്നത്. അപ്പൊ മണിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അവസാനമായിട്ട് ആ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് കാണാനും വേണ്ടിയിട്ടാണ് ഗ്രാൻഡ് മദർ മസൂറിയിലേക്ക് പോകാനായിട്ട് തയ്യാറാവുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, Granny's courage and determination are evident in the story. Substantiate this statement with instances. ഇപ്പൊ ഗ്രാൻഡ് മദറിന്റെ ധൈര്യമൊക്കെ നമുക്ക് കഥയിലെ പല ഭാഗങ്ങളിലും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിനെ തെളിയിക്കാനായിട്ടുള്ള ഇൻസ്റ്റൻസസ് കഥയിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാനി ഷോസ് കറേജ് ബൈ ഡിസൈഡിങ് ടു ട്രാവൽ ടു മസൂറി ഡിസ്പൈറ്റ് ഹെർ ഏജ് ആൻഡ് ഹെൽത്ത്. അപ്പൊ ഗ്രാനിയുടെ വയസ്സും അല്ലെങ്കിൽ ആരോഗ്യമൊന്നും കണക്കിലെടുക്കാതെ ഗ്രാനി പോകാനായിട്ട് തയ്യാറാവുകയാണ്. ഷി ഡസ് നോട്ട് ഗിവ് അപ്പ് വെൻ ഷി ഗെറ്റ്സ് ടയേർഡ് ആൻഡ് ക്ലൈംസ് ദ സ്റ്റീപ്പ് പാത്ത് സ്ലോലി ബട്ട് സ്റ്റെഡിലി. ഗ്രാനി ഇത്രയും ദൂരം നടന്നിട്ടാണ് പോകുന്നത് അല്ലെ, 70 വയസ്സാണ് ഗ്രാനിക്കെങ്കിലും ഇത്രയും ദൂരം ഗ്രാനി നടന്ന് ഇത്രയും സ്റ്റീപ്പ് ആയിട്ടുള്ള വഴികളിലൂടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോഴും ഗ്രാനി ഗിവ് അപ്പ് ചെയ്യുന്നില്ല. ഷീ പ്രൂവ്സ് ടു ബി സ്ട്രോങ് ആൻഡ് ഡിറ്റർമിൻഡ് ടു എൻജോയ് ദ ജേർണി വിത്ത് മണി.
ഈ ജേർണി മണിയുടെ കൂടെ എൻജോയ് ചെയ്യാനായിട്ട് അത്രയും സ്ട്രെങ്ത്തും അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനേഷനും ഒക്കെ ഗ്രാനിക്കുണ്ട്. അതാണ് ലാൻഡ് സ്ലൈഡ് നടന്നതിന് ശേഷവും ഗ്രാനി നടന്നു പോവാം എന്ന് പറഞ്ഞ് തയ്യാറാവുന്നത്. അപ്പോൾ ഇത്രയും ദൂരം നടക്കാനുണ്ടെങ്കിലും ഇത്രയും പ്രായമായിട്ടും ഗ്രാനി ഗിവ് അപ്പ് ചെയ്യുന്നില്ല. ഈ ഒരു ഇൻസ്റ്റൻസ് ആണ് ഗ്രാനിയുടെ കറേജും ഡിറ്റർമിനേഷനും കാണിക്കുന്ന ഒരു ഭാഗമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, ഹൗ ഡസ് മണി സപ്പോർട്ട് ഗ്രാനി ഡ്യൂറിംഗ് ദയർ ജേർണി? വാട്ട് ഡസ് ദിസ് റിവീൽ അബൌട്ട് ഹിസ് ക്യാരക്ടർ? മണി എങ്ങനെയാണ് ഗ്രാൻഡ് മദറിനെ ജേർണിയിൽ സപ്പോർട്ട് ചെയ്യുന്നത്? ഇത് മണിയുടെ എന്ത് സ്വഭാവമാണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്നാണ് ചോദ്യം. മണി ഹെൽപ്സ് ഗ്രാനി ബൈ എൻകറേജിംഗ് ഹർ, സ്റ്റേയിങ് ക്ലോസ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ടു ഹർ പേസ്. മണി എങ്ങനെയാണ് ഗ്രാനിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഗ്രാനിനെ എൻകറേജ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്രാനിയുടെ അടുത്ത് ക്ലോസ് ആയിട്ട് ഇരുന്നിട്ട് അതുപോലെ തന്നെ ഗ്രാനിയുടെ സ്പീഡിനനുസരിച്ചിട്ട് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഷോസ് ഹി ഈസ് കെയറിംഗ്, ലവിംഗ് ആൻഡ് റെസ്പോൺസിബിൾ. ഇത് കാണിക്കുന്നത് മണി എത്രത്തോളം കെയറിംഗും ലവിംഗും റെസ്പോൺസിബിളും എത്ര ഉത്തരവാദിത്തമുള്ള ഒരു കുട്ടിയാണ് എന്നാണ്. അടുത്ത ചോദ്യം വരുന്നത്, a shoulder to rest on is a blessing indeed. Don't you agree? How does the story highlights the bond between generations? ഇവിടെ പറയുന്നത് നമുക്ക് ചായാനായിട്ട് ഒരു തോളുള്ളത് എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണെന്നാണ്. നിങ്ങളത് എഗ്രി ചെയ്യുന്നുണ്ടോ? ഈ കഥ എങ്ങനെയാണ് ജനറേഷൻസ്, തലമുറകൾ തമ്മിലുള്ള ഒരു ബന്ധത്തെ കാണിക്കുന്നത് എന്നാണ് ചോദ്യം. The story shows the strong bond between Granny and Mani. They love and support each other. ഗ്രാനിയും മണിയും തമ്മിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് തന്നെയാണ് നമുക്ക് ഈ കഥയിൽ കാണാൻ പറ്റുക. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹൈലൈറ്റ്സ് ഹൗ യങ്ങർ ആൻഡ് ഓൾഡർ ജനറേഷൻസ് ക്യാൻ കെയർ ഫോർ വൺ അനദർ വിത്ത് റെസ്പെക്ട് ആൻഡ് അഫെക്ഷൻ. ഇത് കാണിക്കുന്നത് യങ്ങർ ജനറേഷനും ഓൾഡർ ജനറേഷനും എങ്ങനെ പരസ്പരം കെയർ ചെയ്യാം, അതുപോലെ തന്നെ റെസ്പെക്ട് ചെയ്യാം, അവരുടെ സ്നേഹം എങ്ങനെ പങ്കുവെക്കാം എന്നൊക്കെയാണ്. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. ആക്ടിവിറ്റി 1A, read the following excerpt from A Long Walk with Granny. അപ്പോൾ നമ്മുടെ സ്റ്റോറിയിലെ ഒരു ഭാഗമാണ് താഴെ തന്നിരിക്കുന്നത്. The rain stopped and the sun came out. Below them, the light green of the fields stood out against the dark green of the forest, and the hills were bathed in golden sunshine. അപ്പോൾ ഒരു സ്ഥലത്തിന്റെ ബ്യൂട്ടിയാണല്ലേ ഈ വരികളിലൂടെ കാണിച്ചിരിക്കുന്നത്. Do these lines create a picture in your mind? അപ്പൊ ഈ വരികൾ വായിക്കുമ്പോൾ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? നമുക്കിത് വായിക്കുമ്പോൾ തന്നെ അത് ഇമാജിൻ ചെയ്യാൻ പറ്റും അല്ലെ? ഫോറസ്റ്റിന്റെ ഡാർക്ക് ഗ്രീനും ഫീൽഡ്സിന്റെ ലൈറ്റ് ഗ്രീൻ കളർ, അതുപോലെ തന്നെ ഗോൾഡൻ കളറുള്ള ഹിൽസ് ഒക്കെ. യു മേ അറ്റംപ്റ്റ് ടു ഡ്രോ ദ പിക്ചർ. അങ്ങനെയാണെങ്കിൽ ആ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ബി നോക്കാം. ഗ്രാനി ആൻഡ് മണി സ്റ്റാൻഡ് ഓൺ ദ സമ്മിറ്റ് ഓഫ് ദ പീക്ക് ഓൺ ദെയർ വേ ടു നെയിൽ. ദേ ലുക്ക് അറൌണ്ട്. മണി ഈസ് റിയലി അമേസ്ഡ് ബൈ ദ ബ്യൂട്ടി ഓഫ് ദ സീൻ. ഇമാജിൻ ദിസ് ഈസ് ദ വ്യൂ. ഗ്രാനിയും മണിയും ആ മലയുടെ ഏറ്റവും അറ്റത്ത് പോയി നിൽക്കുകയാണ്. എന്നിട്ട് അവർ കാണുന്ന വ്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. മണി ആ സ്ഥലത്തിന്റെ ബ്യൂട്ടി കണ്ടിട്ട് വളരെ അതിശയിച്ചിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷനും അതിന്റെ താഴെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് ആദ്യം വായിക്കാം. ദിസ് ഈസ് ഹൗ ഹി ഡിസ്ക്രൈബ്സ് ദിസ് പ്ലേസ് ടു എ ഫ്രണ്ട്. അപ്പൊ ഈ സ്ഥലത്തിനെ മണി ഫ്രണ്ടിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ വ്യൂ ഓഫ് ദ സ്നോ കേപ്ഡ് പീക്സ്, the rocky terrain and the crystal clear water in the river nearby were just breathtaking. എന്തൊക്കെയാ പറയുന്നത്? മഞ്ഞുമൂടിയ മലനിരകളും പാറകളുള്ള ആ ഭൂമിയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അത്രയും ക്ലിയർ ആയിട്ടുള്ള ആ വെള്ളമൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. A beam of light coming through the white clouds spreads its brilliance all around. വെള്ള നിറത്തിലുള്ള മേഘങ്ങളുടെ ഇടയിലൂടെ വരുന്ന ഒരു ലൈറ്റ്, ഒരു പ്രകാശം എന്ന് പറയുന്നത് അതിന്റെ ബ്രില്യൻസ് എല്ലായിടത്തും പരത്തി. Tall dark green trees seemed glowing too. അപ്പൊ നല്ല ഉയരമുള്ള നല്ല ഡാർക്ക് ഗ്രീൻ നിറത്തിലുള്ള മരങ്ങളും തിളങ്ങുന്നുണ്ടായിരുന്നു. The misty morning was giving way to a brighter day. മഞ്ഞു മൂടിയ ആ പ്രഭാതം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ദിവസത്തിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. The vast valley was filled with wonderful green shades, all of which were mesmerizing. പരന്നു കിടക്കുന്ന ആ താഴ്വര ഗ്രീൻ ഷെയ്ഡ്സ് കൊണ്ട് കവർ ചെയ്ത് ഫിൽ ചെയ്തിരിക്കുകയായിരുന്നു. അത് മെസ്മറൈസിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. ഇങ്ങനെയാണ് മണി ആ സീനിനെ ഒരു ഫ്രണ്ടിനോട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി നമുക്ക് വന്നിട്ടുള്ള ആക്ടിവിറ്റി നോക്കാം. Now let's list the words or phrases that helped Mani describe the place in the table below. One has been done for you. അപ്പൊ മണി ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച വാക്കുകളാണ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്. ഡിസ്ക്രൈബിംഗ് വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് ആണ് ആദ്യത്തെ കോളത്തിലുള്ളത്. രണ്ടാമത്തെ കോളത്തില് നൗൺസ് ഡിസ്ക്രൈബ്ഡ് ആണ്. ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഇവിടെ ഉപയോഗിച്ച വാക്ക് എന്ന് പറയുന്നത് സ്നോ ക്യാപ്ഡ് ആണ്. ഏത് നൗണിനെയാണ് അത് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്? പീക്ക് എന്നാണ്. അപ്പൊ മഞ്ഞ് മൂടിയ കുന്ന് എന്ന് കാണിക്കാനാണ്, വെറുതെ പീക്സ് എന്ന് പറയാതെ മഞ്ഞിന്റെ തൊപ്പിയുള്ള കുന്ന് എന്ന് കാണിക്കാനാണ് സ്നോ ക്യാപ്ഡ് പീക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച വാക്ക് എന്ന് പറയുന്നത് സ്നോ ക്യാപ്ഡ് ആണ്. ഏത് നൗണിനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? പീക്കിനെയാണ്. ഇതുപോലെ ബാക്കി നൗൺസും അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച വാക്കുകളുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിൽ ടെറൈനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? റോക്കി ടെറൈൻ എന്നാണ്. അപ്പൊ ആദ്യത്തെ വരുന്നത് റോക്കി ഏത് നൗണിനെയാണ്? ടെറൈൻ എന്നുള്ള നൗണിനെയാണ്. അടുത്തത് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. വെള്ളത്തിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്?
ക്രിസ്റ്റൽ ക്ലിയർ, അത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളം എന്നാണ്. അപ്പൊ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഏത് നൗണിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? വാട്ടർ എന്നുള്ള നൗണിനെയാണ്. അടുത്തത് മരങ്ങളെ എങ്ങനെയാണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? നല്ല ഉയരമുള്ള ഡാർക്ക് ഗ്രീൻ നിറത്തിലുള്ള മരങ്ങൾ എന്നാണ് അല്ലെ. അപ്പൊ ഡിസ്ക്രൈബിംഗ് വേർഡ് ആയിട്ട് വരുന്നത് ടോൾ ഡാർക്ക് ഗ്രീൻ ആണ്. ഏത് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ട്രീസിനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അടുത്തത് മേഘങ്ങളെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? വൈറ്റ് ക്ലൗഡ്സ് എന്നാണ്, വെള്ള നിറത്തിലുള്ള മേഘങ്ങൾ. അടുത്തത് വാലിയാണ്, താഴ്വര, വിശാലമായ താഴ്വര എന്നാണ് അല്ലെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഡിസ്ക്രൈബിംഗ് വേർഡ് ആയിട്ട് വരുന്നത് വാസ്റ്റ് ആണ്, വാസ്റ്റ് വാലി. അടുത്തത് ഷെയ്ഡ്സ് എന്നുള്ള നൗൺ ആണ്. ഷെയ്ഡ്സ് എന്നുള്ള നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വണ്ടർഫുൾ എന്നുള്ള ഫ്രേസ് ആണ്, വണ്ടർഫുൾ ഷെയ്ഡ്സ്. അപ്പൊ ഇതൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച വാക്കുകളും അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള നൗണുകളും. ഒരു സ്ഥലത്തിന്റെ ഭംഗിയെ പറ്റിയോ അല്ലെങ്കിൽ നിറത്തെ പറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശേഷിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് adjectives എന്ന് പറയുന്നത്. The words or phrases we use to describe the beauty of a place are usually descriptive adjectives. ഒരു സ്ഥലത്തിന്റെ ബ്യൂട്ടിയെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളെയോ ഫ്രേസുകളെയോ ഡിസ്ക്രിപ്റ്റീവ് adjectives എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പീക്ക് എന്നുള്ള വാക്കിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്, അതിന്റെ ബ്യൂട്ടി കാണിക്കാനായിട്ട് ഉപയോഗിച്ചത് സ്നോ ക്യാപ്ഡ് എന്നാണ് അല്ലെ. അതുപോലെ തന്നെ വാട്ടർ, എങ്ങനെയുള്ള വെള്ളമാണ്? ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. അപ്പൊ ഈ വാക്കുകളൊക്കെ ഡിസ്ക്രിപ്റ്റീവ് adjectives ആണ്. ഏതൊക്കെയാണ് അപ്പൊ ഇതില് ഡിസ്ക്രിപ്റ്റീവ് adjectives ആയിട്ട് വരുന്നത്? സ്നോ ക്യാപ്ഡ്, റോക്കി, ക്രിസ്റ്റൽ ക്ലിയർ, ടോൾ, ഡാർക്ക് ഗ്രീൻ, വൈറ്റ്, വാസ്റ്റ്, വണ്ടർഫുൾ. ഇതൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് adjectives ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ആക്ടിവിറ്റി വരുന്നത് Now let's try to describe the place given below using suitable descriptive adjectives. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പൊ ഈ ചിത്രത്തിന്റെ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെയുള്ള ഡിസ്ക്രിപ്റ്റീവ് adjectives യൂസ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. അപ്പൊ നമുക്കത് എങ്ങനെയാ വരാൻ നോക്കാം. The place is beautiful and green. The bright sun shines in the blue sky with a few soft clouds. അപ്പൊ ഇവിടെ സൂര്യനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ബ്രൈറ്റ് സൺ, അത്രയും തിളങ്ങുന്ന സണ്ണാണ്. അപ്പൊ ബ്രൈറ്റ് സൺ, ബ്രൈറ്റ് ആണ് ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് adjective ആയിട്ട് വരുന്നത്. ഷൈൻസ് ഇൻ ദ ബ്ലൂ സ്കൈ, നീല ആകാശം. അപ്പൊ സ്കൈ എന്നുള്ള നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത വേർഡ് ബ്ലൂ ആണ്. വിത്ത് എ ഫ്യൂ സോഫ്റ്റ് ക്ലൗഡ്സ്, കുറച്ച് മേഘങ്ങളുടെ ഇടയിലൂടെ. അപ്പൊ മേഘങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച adjective സോഫ്റ്റ് എന്നുള്ള വാക്കാണ്. There are lush green fields spread across the land. ആ സ്ഥലത്ത് പച്ച നിറത്തിലുള്ള പാടങ്ങളാണ് പരന്നു കിടക്കുന്നത്. അപ്പൊ ഇവിടെ ഫീൽഡിനെ വിശേഷിപ്പിക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന വാക്ക് ലഷ് ഗ്രീൻ എന്നാണ്. On both sides, tall trees with thick green and yellow leaves make the scene colorful. അപ്പം രണ്ട് വശങ്ങളിലും ടോൾ ട്രീസ് ആണുള്ളത്, നല്ല ഉയരമുള്ള മരങ്ങൾ. അപ്പം ട്രീസ് എന്നുള്ള വാക്കിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച വാക്ക് ടോൾ എന്നുള്ള വാക്കാണ്. വിത്ത് തിക് ഗ്രീൻ ആൻഡ് യെല്ലോ ലീവ്സ് മേക്ക് ദ സീൻ കളർഫുൾ. ലീവ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത വാക്കുകൾ തിക്, ഗ്രീൻ ആൻഡ് യെല്ലോ. ഇതൊക്കെയാണ്. ദ ഡിസ്റ്റന്റ് ഹിൽ ലുക്സ് കാം ആൻഡ് പീസ്ഫുൾ. ദ ഹോൾ പ്ലേസ് ലുക്സ് ഫ്രഷ്, ക്വൈറ്റ് ആൻഡ് നാച്ചുറൽ. അപ്പൊ ഇങ്ങനെയാണ് ആ ഡിസ്ക്രിപ്ഷൻ വരുന്നത്. ഇതിൽ എങ്ങനെയാണ് ഡിസ്ക്രിപ്റ്റീവ് adjectives നമ്മൾ യൂസ് ചെയ്തത് നമ്മൾ മനസ്സിലാക്കണം. ഒരു നൗണിന്റെ ബ്യൂട്ടിയെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് ഡിസ്ക്രിപ്റ്റീവ് adjectives. അപ്പോൾ ഇവിടെ വരുമ്പോൾ ബ്രൈറ്റ് സൺ, സണ്ണിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ബ്രൈറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചു. അതുപോലെ സ്കൈ ആണെങ്കിൽ ബ്ലൂ സ്കൈ. അപ്പൊ ഇങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് adjectives ഉപയോഗിച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട് നിങ്ങൾ പഠിക്കണം. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇനി ആക്ടിവിറ്റി 2 ആണ് വരുന്നത്. അതിൽ 3 ചോദ്യങ്ങളാണ് വരുന്നത്. നമുക്കതിൽ A ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. Granny and Mani return after their thrilling experience of walking and exploring the surroundings. At home, Mani share his experience with his father. Write the likely narrative. ഇപ്പൊ ഗ്രാനിയും മണിയും അവരുടെ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്താണ്. അപ്പൊ മണി ആ എക്സ്പീരിയൻസ് അച്ഛനോട് പറയുന്നുണ്ട്. അപ്പൊ ആ പറയുന്ന എക്സ്പീരിയൻസ്, ആ നറേറ്റീവ് ആണ് നമുക്കിവിടെ എഴുതേണ്ടത്. നമുക്ക് ഉത്തരം എങ്ങനെയാ വരാൻ നോക്കാം. അപ്പൊ മണി അച്ഛനോട് പറയുന്ന രീതിയിലാണ് നമ്മൾ ഈ നറേറ്റീവ് എഴുതിയിരിക്കുന്നത്. ഫാദർ, I had the most wonderful journey with Granny. അച്ഛ, എനിക്ക് ഗ്രാനിയുടെ കൂടെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു യാത്രയാണ് കിട്ടിയത്. We walked up the mountain path together, enjoying the fresh air and beautiful sights. ഞങ്ങൾ ആ മലയുടെ വഴി ഒരുമിച്ച് നടന്ന് ഫ്രഷ് എയറും ബ്യൂട്ടിഫുൾ സൈറ്റ്സ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്തു. Granny was a bit tired, but she was very strong and determined to reach the top. ഗ്രാനി കുറച്ച് ക്ഷീണതയായിരുന്നെങ്കിലും മുകളിലെത്താനായിട്ട് അത്രയും ഡിറ്റർമിനേഷനും സ്ട്രെങ്ത് ഒക്കെ ഗ്രാനിക്ക് ഉണ്ടായിരുന്നു. I held her hand and helped her when the path became steep or slippery. വഴി കുത്തനെ ആയപ്പോഴും സ്ലിപ്പറി ഒക്കെ ആയപ്പോഴും ഞാൻ കൈ പിടിച്ചിട്ട് ഗ്രാനിനെ ഹെൽപ്പ് ചെയ്തു. We saw snow-capped peaks, green valleys and a river that looked like a silver ribbon. ഞങ്ങള് മഞ്ഞ് മൂടിയ മലനിരകളും പച്ച നിറത്തിലുള്ള താഴ്വരകളും ഒരു റിവറും കണ്ടു. ആ റിവർ എന്തുപോലെയായിരുന്നു? ഒരു സിൽവർ റിബൺ പോലെ, വെള്ളി നിറത്തിലുള്ള ഒരു റിബൺ പോലെയുള്ള ഒരു നദിയായിരുന്നു അത്. The sunlight through the clouds made everything glow.
മേഘങ്ങളുടെ ഇടയിലൂടെ വരുന്ന സൂര്യപ്രകാശം എല്ലാത്തിനും നല്ല തിളക്കം കൊടുത്തു. ഗ്രാനി സ്മൈൽഡ് അ ലോട്ട് ആൻഡ് സെഡ് ഫെൽറ്റ് യങ് അഗെയിൻ. ഗ്രാനി കുറേ ചിരിച്ചു. എന്നിട്ട് ഗ്രാനി എന്താ പറഞ്ഞത്? ഗ്രാനിക്ക് വീണ്ടും ചെറുപ്പമായതുപോലെ തോന്നിയെന്നാണ് പറഞ്ഞത്. ഐ ഫെൽറ്റ് സോ ഹാപ്പി ടു ബി വിത്ത് ഹർ ആൻഡ് ടു സീ ഹർ എൻജോയിങ് ദ മൊമെന്റ്. എനിക്ക് ഗ്രാനിയുടെ കൂടെ നിന്നപ്പോൾ വളരെ ഹാപ്പിയായി. ഗ്രാനി ഇതൊക്കെ എൻജോയ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കും കുറെ സന്തോഷമായി. ഇറ്റ് വാസ് മോർ ദാൻ ജസ്റ്റ് എ ട്രിപ്പ്. ഇറ്റ് വാസ് എ സ്പെഷ്യൽ ടൈം വി സ്പെൻഡ് ടുഗെദർ. ഒരു ട്രിപ്പിനപ്പുറത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈം തന്നെയായിരുന്നു ഇത്. ഐ വിൽ ഓൾവേസ് റിമെമ്പർ ദാറ്റ് വോക്ക് ആസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ്. അപ്പൊ ഈ യാത്ര എന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ആയിട്ട് ഞാൻ എപ്പോഴും ഓർക്കും എന്നാണ് മണി പറയുന്നത്. ഇനി നമുക്ക് ബി നോക്കാം. ദ ഐ സ്പെഷ്യലിസ്റ്റ് കുഡിന്റ് ഫോർഗെറ്റ് ഗ്രാനി ആൻഡ് ഹിസ് ഇന്ററാക്ഷൻ വിത്ത് ഹർ. ഹി റീകളക്ട്സ് ദ എൻകൗണ്ടർ ഇൻ ഹിസ് ഡയറി, റൈറ്റ് ദ ലൈക്ലി ഡയറി എൻട്രി. അപ്പൊ ഈ ഡോക്ടർ ഗ്രാനിയായിട്ടുള്ള ആ എക്സ്പീരിയൻസ് ഡയറിയിൽ എഴുതാണ്. അപ്പൊ ആ ഡയറി എൻട്രിയാണ് നമുക്ക് ഇനി എഴുതാനായിട്ടുള്ളത്. 1st June 2026 Monday. Today I met a very special patient, an elderly woman called Granny. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പേഷ്യന്റിനെ മീറ്റ് ചെയ്തു. ഒരു പ്രായമായിട്ടുള്ള സ്ത്രീയാണ്, ഒരു ഗ്രാനിയാണ്, ഒരു മുത്തശ്ശിയാണ്. ഷീ ഹാഡ് കം ഓൾ ദ വേ ഫ്രം ദ ഹിൽസ് വാക്കിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹെർ ഗ്രാൻഡ് സൺ മണി. അപ്പൊ ഈ ഗ്രാൻഡ് മദർ ആണെങ്കിൽ മലയൊക്കെ നടന്നിട്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള മണിയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് വന്നത്. ഐ വാസ് അമേസ്ഡ് അറ്റ് ഹെർ സ്ട്രെങ്ത് ആൻഡ് സ്പിരിറ്റ്. അപ്പൊ ആ ഗ്രാൻഡ് മദറിന്റെ ശക്തി കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈവൻ ദോ ഹെർ ഐസൈറ്റ് വാസ് വീക്ക്, ഹെർ ഡിറ്റർമിനേഷൻ വാസ് സ്ട്രോങ്. അവരുടെ കാഴ്ചശക്തി കുറവാണെങ്കിലും അവരുടെ ധൈര്യവും ആ ഒരു ദൃഢനിശ്ചയമൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു. ഷീ സ്പോക്ക് കൈൻഡ്ലി ആൻഡ് ഹാഡ് എ വാം സ്മൈൽ ദറ്റ് മെയ്ഡ് എവ്രി വൺ അറൌണ്ട് ഹെർ ഫീൽ ഹാപ്പി. അപ്പൊ അവർ വളരെ കൈൻഡ് ആയിട്ട് വളരെ സ്നേഹത്തോടെയാണ് സംസാരിച്ചത്. അവരുടെ മുഖത്ത് എപ്പോഴും ഒരു വാം സ്മൈൽ, ഒരു പുഞ്ചിരി എപ്പോഴും ഉണ്ടായിരുന്നു. അത് അവരുടെ ചുറ്റുള്ളവരെയും ഹാപ്പിയാക്കി. ഗ്രാനി ടോൾഡ് മീ ഹൗ മച്ച് ഷീ എൻജോയ്ഡ് ഹെർ വാക്ക് ടു മസൂറി വിത്ത് മണി. ആ ഗ്രാൻഡ് മദർ അവരുടെ യാത്ര എത്രത്തോളം നല്ലതാണ്, അത് എത്രത്തോളം അവർ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു. ഇറ്റ് റിമൈൻഡഡ് മീ ഓഫ് ദ സ്ട്രോങ് ബോണ്ട് ദറ്റ് ക്യാൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ഗ്രാൻഡ് പാരന്റ്സ് ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ. ഗ്രാൻഡ് പാരന്റ്സിന്റെയും കുട്ടികളുടെയും ഇടയിൽ ഉണ്ടാവുന്ന ഒരു സ്ട്രോങ് ബോണ്ടാണ് ഇത് എന്നെ ഓർമ്മപ്പെടുത്തിയത്. ദേ ലവ് ആൻഡ് കെയർ ഫോർ ഈച്ച് അതർ റിയലി ടച്ച്ഡ് മൈ ഹാർട്ട്. അവരുടെ പരസ്പരമുള്ള സ്നേഹവും ശ്രദ്ധയൊക്കെ എന്നെ വളരെയധികം സ്പർശിച്ചു. ഐ ഡോണ്ട് യൂഷ്വലി റൈറ്റ് അബൌട്ട് പേഷ്യൻസ് ഇൻ മൈ ഡയറി, ബട്ട് ടുഡേ വാസ് ഡിഫറെന്റ്. ഞാൻ സാധാരണ പേഷ്യൻസിനെ പറ്റിയൊന്നും ഡയറിയിൽ എഴുതാറില്ല, പക്ഷെ ഈ പേഷ്യന്റ് വളരെ ഡിഫറെന്റ് ആയിരുന്നു. ഗ്രാനി മെയ്ഡ് മീ ഫീൽ ഇൻസ്പയർഡ് ആൻഡ് ഐ വോണ്ട് ഫോർഗെറ്റ് ഹെർ കറേജ്. ഗ്രാനിയുടെ ധൈര്യം എന്നെ ഇൻസ്പയർ ചെയ്തു. ഐ വോണ്ട് ഫോർഗെറ്റ് ഹെർ കറേജ്. അവരുടെ ആ ധൈര്യം ഞാൻ ഒരിക്കലും മറക്കില്ല. അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് ഗ്രാനി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡയറി അവസാനിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. Have you recently visited a tourist spot or a place that caught your attention with its beauty? അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ടോ അല്ലെങ്കിൽ പ്ലേസോ നിങ്ങൾ പോയിട്ടുണ്ടോ? Attempt a descriptive paragraph on the spot you visited. നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ആ ടൂറിസ്റ്റ് സ്പോട്ടിന്റെ ഡിസ്ക്രിപ്റ്റീവ് പാരഗ്രാഫ് ആണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ എഴുതിയിരിക്കുന്നത് മൂന്നാറിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ നമുക്കത് വായിക്കാം. ലാസ്റ്റ് മന്ത് ഐ വിസിറ്റഡ് ദ ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷൻ ഓഫ് മൂന്നാർ. കഴിഞ്ഞ മാസം ഞാൻ ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷൻ ആയിട്ടുള്ള മൂന്നാർ വിസിറ്റ് ചെയ്തിരുന്നു. The place was covered with green tea gardens that looked like soft carpets on the hills. ആ സ്ഥലം നിറയെ പച്ച നിറത്തിലുള്ള തേയിലത്തോട്ടങ്ങളാണ്. അത് മലയുടെ മുകളിൽ ഒരു കാർപ്പറ്റ് വിരിച്ചതുപോലെയാണെന്നാണ് പറയുന്നത്. Cool winds blew across my face and the smell of fresh leaves filled the air. തണുത്ത കാറ്റ് എന്റെ മുഖത്ത് വീശുന്നുണ്ടായിരുന്നു. ഫ്രഷ് ആയിട്ടുള്ള ഇലകളുടെ മണവും അവിടെ നിറയെ ഉണ്ടായിരുന്നു. I saw waterfalls rushing down the rocks and monkeys playing in the trees. ഇപ്പോൾ പാറകളുടെ ഇടയിലൂടെ താഴേക്ക് വരുന്ന വാട്ടർഫോളും വെള്ളച്ചാട്ടവും മരത്തിലൊക്കെ ഓടിക്കളിക്കുന്ന കുരങ്ങന്മാരെയും ഞാൻ കണ്ടു. The sky was cloudy, but sometimes the sun would peek through, lighting up the valley. ആകാശം ക്ലൗഡി ആയിരുന്നു, മേഘങ്ങളാൽ നിറഞ്ഞതാണെങ്കിലും ചില സമയങ്ങളിൽ അതിനിടയിലൂടെ സൂര്യൻ വന്ന് എത്തി നോക്കി വാലി മുഴുവൻ പ്രകാശം നൽകി. Mist floated between the trees, making the whole place look magical. മരങ്ങളുടെ ഇടയിൽ മൂടൽമഞ്ഞുണ്ടായിരുന്നു. അത് ആ സ്ഥലത്തെ കുറച്ചുകൂടി മാജിക്കൽ ആക്കി. I heard birds singing and watched the butterflies flying over flowers. പക്ഷികൾ പാടുന്നതും പൂക്കളുടെ ചുറ്റും പൂമ്പാറ്റകൾ പറക്കുന്നതൊക്കെ ഞാൻ കണ്ടു. There was a peaceful silence that made me feel calm and happy. അവിടെ ഒരു ശാന്തമായിട്ടൊരു നിശബ്ദതയുണ്ടായിരുന്നു. അത് എന്റെ മനസ്സിനെ കുറച്ചുകൂടി ശാന്തമാക്കുകയും സന്തോഷം നൽകുകയും ചെയ്തു. I clicked many photos to remember the beauty of that place. ആ സ്ഥലത്തിന്റെ ബ്യൂട്ടി ഓർത്തിരിക്കാനായിട്ട് ഞാൻ കുറെ ഫോട്ടോസ് എടുത്തു. മൂന്നാർ ഈസ് ട്രൂലി എ ഗിഫ്റ്റ് ഓഫ് നേച്ചർ ആൻഡ് ഐ ഹോപ്പ് ടു വിസിറ്റ് ഇറ്റ് അഗെയിൻ. മൂന്നാർ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു വരദാനം തന്നെയാണ്. ഞാൻ ഈ സ്ഥലം ഇനിയും വിസിറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡിസ്ക്രിപ്ഷൻ അവസാനിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ച ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് കുറെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഗ്രീൻ ടീ ഗാർഡൻസ്, പച്ച നിറത്തിലുള്ള തേയിലത്തോട്ടം, അതുപോലെ തന്നെ സോഫ്റ്റ് കാർപ്പറ്റ് പോലെയാണ് ഇതെന്ന് പറയുന്നുണ്ട്. കൂൾ വിൻഡ്, തണുത്ത കാറ്റ്,
ഫ്രഷ് ലീവ്സ്, ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ, അതുപോലെ തന്നെ ക്ലൗഡി ആയിട്ടുള്ള സ്കൈ. അപ്പൊ ഇതുപോലെയുള്ള ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ അത് കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പൊ നിങ്ങൾ നേരത്തെ പഠിച്ച ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് ഒക്കെ ഇനി ഡിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതുമ്പോൾ അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ആക്ടിവിറ്റീസ് കഴിയാണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും ബൈ.